ഹരിയാനയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യ ചർച്ചയിൽ കല്ലുകടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകാനാകില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം അംഗീകരിച്ചാൽ അത് BJPക്ക് ഗുണകരമാകുമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 10 സീറ്റുകൾ വേണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം. നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. ഹരിയാനയിൽ നിന്ന് വരുന്ന വാർത്ത അത്ര ശുഭസൂചകമല്ലല്ലോ. ഇന്ത്യ മുന്നണിക്ക് 10 സീറ്റുകൾ വേണമെന്ന് ആം ആദ്മി പാർട്ടി, അത് കൊടുക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ്. അങ്ങനെ കൊടുത്താൽ സീറ്റുകൾ BJP കൊണ്ടുപോകുമെന്നും കോൺഗ്രസ് പറയുന്നു. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുമോ അതോ പൊട്ടിത്തെറിയിലേക്ക് പോകുമോ? അരുൺ, ഹരിയാനയിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയാണ്. കാരണം അവിടെ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ എത്തും എന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും ഒരു ആത്മവിശ്വാസം. ആ പശ്ചാത്തലത്തിൽ ആം ആദ്മിക്ക് സീറ്റ് നൽകുന്നതിനോട് അവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു തരത്തിലും താല്പര്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയത്തിൽ ആം ആദ്മിയെ ഒപ്പം നിർത്തി ഇന്ത്യ സഖ്യം എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊരു നിലപാട് ഇതിൽ പങ്കുവച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ ആരംഭിച്ചത്. പക്ഷേ ചർച്ചകളിൽ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടത് 10 സീറ്റുകളാണ്. പക്ഷേ ആ 10 സീറ്റുകൾ വിട്ടു നൽകാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തയ്യാറല്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ആം ആദ്മിക്ക് നൽകിയത്. കുരുക്ഷേത്രയായിരുന്നു നൽകിയ മണ്ഡലം. ആ മണ്ഡലം വിട്ടു നൽകിയത് വലിയ തെറ്റായി പോയി എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു കണക്കൂട്ടൽ. കോൺഗ്രസ് ആ സീറ്റിൽ മത്സരിച്ചിരുന്നെങ്കിൽ കുരുക്ഷേത്രത്തിൽ വിജയിക്കാൻ കഴിയും എന്നായിരുന്നു നേതാക്കൾ പങ്കുവച്ച വികാരം. എന്താണെങ്കിലും നിലവിൽ 10 സീറ്റുകൾ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ചർച്ചകൾ ഏറെക്കുറെ വഴിമുട്ടി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ മറികടന്നുകൊണ്ട് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഒരു നിലപാട് എടുക്കില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാൽ ഇക്കാര്യം രാഘവ് ചദ്ദയെ APയുടെ നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിലവിൽ 5 സീറ്റ് നൽകാമെന്നൊരു നിലപാട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ചർച്ചകൾ ഒരു 6 സീറ്റിലെങ്കിലും എത്തിച്ചുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നു. എന്താണെങ്കിലും നിലവിൽ കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം സമാജ്വാദി പാർട്ടിയും ഒപ്പം CPM-ഉമായും ചില ചർച്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാകുന്നുണ്ട്. ഈ 2 പാർട്ടികൾക്കും ഓരോ സീറ്റുകളും നിലവിൽ അവർക്ക് വലിയ വോട്ട് ബാങ്ക് സംസ്ഥാനത്തില്ല. പക്ഷേ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ഓരോ സീറ്റുകൾ വീതം ഈ പാർട്ടികൾക്ക് നൽകിക്കൊണ്ട് സമവായത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഹൈക്കമാൻഡാണ് എന്താണെങ്കിലും ഇന്ത്യ സഖ്യം എന്ന നിലയിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം വിനേഷ് ഫോഗട്ടൊപ്പം ബജ്രംഗ് പുനിയ തുടങ്ങിയ ഗുസ്തി താരങ്ങളെ മത്സരത്തിൽ ഇറക്കിക്കൊണ്ട് ഹരിയാനയിൽ വലിയൊരു നേട്ടം കൊയ്യാനാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ തയ്യാറെടുക്കുന്നത്. അതേസമയം BJPയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും സംസ്ഥാനത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. ഇന്നലെ 67 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിന് പിന്നാലെ വലിയ പൊട്ടിത്തെറിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിലത്തെ BJPയുടെ സിറ്റിംഗ് MLA കൂടിയായ ലക്ഷ്മൺ നാപ്പാക് പാർട്ടിയുടെ അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ട് BJPയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു ആ നീക്കം അവിടെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ BJPയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായ രഞ്ജിത്ത് ചൌട്ടാല അദ്ദേഹത്തിന്റെ അനുയായികളുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹവും പാർട്ടി വിടും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. നേതാക്കൾ അങ്ങനെയാണെങ്കിൽ കൂട്ടത്തോടെ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് നമുക്കൊപ്പം ചേർന്നത്. മൊത്തം 90 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. 44% സീറ്റുകൾ ഉള്ളത് BJPക്കാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ കോൺഗ്രസിന് അവിടെ സീറ്റുള്ളൂ. മാത്രമല്ല ആം ആദ്മി പാർട്ടിക്ക് 3-4 സീറ്റുകളിലാണ് വിജയസാധ്യതയുള്ളത്. പക്ഷേ 10 സീറ്റുകൾ ആവശ്യപ്പെടുന്നു. പരസ്പരം പിണങ്ങി നിന്നാൽ മറ്റു മണ്ഡലങ്ങളിലെ വിജയസാധ്യത കൂടി ബാധിക്കുമെന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ വന്നാൽ അത് BJPക്ക് ഗുണകരമായി തീരും. ഇപ്പോൾ സാഹചര്യം അനുകൂലമാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇനി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി ചക്കളത്തിൽ പോരാട്ടം നടത്തി BJPയുടെ കയ്യിൽ കൊണ്ടുവച്ച് കൊടുക്കുമോ എന്നേ അറിയേണ്ടതുള്ളൂ. BJP ഈ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയുമാണ്.